ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംലാൻസസ് വ്ലോഗ്. എന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് വന്നതേ ഉള്ളൂ. ഇനി എൻ്റെ സമയമാണ് കാപ്പി കുടിക്കാനുള്ള ടൈം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആവി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കട്ടൻ ചായ, പുട്ട്, പഞ്ചസാര. ഇന്ന് പപ്പടമില്ല കേട്ടോ. അപ്പോൾ പുട്ടും പഞ്ചസാരയും കട്ടൻ ചായയും ആണ് ഇന്നത്തെ എൻ്റെ ആഹാരം. പിള്ളേർക്ക് പുട്ടും പഴവും കൊടുത്തു. ഇനി ഇക്കപ്പോൾ വരും. അപ്പോൾ ഇക്കാക്ക് പുട്ടിന് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അത് ചെയ്യാം. അതിന് മുമ്പേ പോയിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. കുറച്ച് നേരമായി ഉണ്ടാക്കി വെച്ചിട്ട്. പിള്ളേർക്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എനിക്കിവിടെ ഉള്ളത് ചെയ്തു വെച്ചു. പിന്നെ പാപ്പാക്ക് കുറച്ച് ദിവസമായിട്ട് പനിയല്ല കേട്ടോ, തണുപ്പല്ലേ. അപ്പോൾ അതിൻ്റേതായ ശ്വാസം മുട്ടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ കഞ്ഞിയാണ്. 2-3 ദിവസമായിട്ട് കഞ്ഞിയാണ്. 3-4 ദിവസമായിട്ട് ആൾ കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ വാപ്പാക്കുള്ള കഞ്ഞി റെഡിയാക്കി, അത് കുക്കറിൽ റെഡിയാക്കി ഞാൻ ഇപ്പോൾ കൊടുത്തു കേട്ടോ. കഞ്ഞി കൊടുത്തു. ഇനി 2 ടാബ്ലറ്റ് കൂടി കൊടുക്കണം. പിന്നെന്താണ്, പിന്നെ കുറേ തുടയ്ക്കാനും തൂക്കാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇനിയുള്ളത്. പിന്നെ ഇക്ക വരുമ്പോൾ ചോറിൻ്റെ പരിപാടി. ചോറ് വെച്ച് കേട്ടോ, രാവിലെ ചോറ് വെച്ചു. ഇനി കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പോയിട്ട് കഴിക്കാം. ആദ്യം പുട്ട് കഴിച്ചിട്ട് നമുക്കിപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് തുടങ്ങി. ഇത് കണ്ടോ അടുക്കള കിടക്കുന്ന കോലം. ഞാൻ ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണുക കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ ഇതൊക്കെ വൃത്തിയാക്കാനുള്ളതാണ്. എല്ലാം വലിച്ചു വാരി. രാവിലെ ഒരു ബഹളമാണല്ലോ. രാവിലെ പിള്ളേർക്ക് ചോറ് കൊടുത്തു വിട്ടു. പുട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ചോറ് കൊടുത്തു വിടണമല്ലോ. അപ്പം ചോറ്, ചമ്മന്തി, മുട്ട പൊരിച്ചതും തോരനുമാണ് കൊടുത്തു വിട്ടത്. മുട്ട പൊരിച്ചതും ചോറും കഴിക്കും. ബാക്കി രണ്ടും ഒന്നുകിൽ കളയും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. എന്നാലും പാത്രത്തിൽ ഇങ്ങനെ മുട്ട പൊരിച്ചതും ചോറും ഇനി കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ, നമ്മുടെ മനസ്സിനുമതിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും റെഡിയാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. കഴിക്കുന്നതും കഴിക്കാത്തതും അവരുടെ ഇഷ്ടമാണ്. ഭയങ്കര പാടാണ് പച്ചക്കറി കഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ അന്നമ്മയ്ക്ക് ഞാൻ ക്യാരറ്റ് സ്നാക്സ് ആയിട്ട് അരിഞ്ഞ് കൊടുത്തു വിട്ടു കേട്ടോ. എന്നിട്ട് കേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ക്യാരറ്റ് കഴിക്കാൻ അവൾക്ക് പല്ലുവേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല. ക്യാരറ്റ് ഇഷ്ടമാണ്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കൊണ്ടുവരും, അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇനി കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ കട്ടൻ ചായ തണുക്കും. അതൊഴിക്കട്ടെ. ഈ കപ്പും വച്ച് വാങ്ങിച്ചുകൊണ്ട് തന്നാണ് കേട്ടോ. എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിലും കപ്പിലും ഒക്കെ ചായ കുടിക്കുന്നത് ഇഷ്ടമാണ്. ചായ ഇവിടെ കുറവാണ് കേട്ടോ ഇടുന്നത്. പലപ്പോഴും കൂടി പിള്ളേർ കൊതി പറയുമ്പോൾ മാത്രം ഇടാറാണ് പതിവ്. കാരണം അത്ര ഇഷ്ടമല്ല പിള്ളേർക്കാണെങ്കിലും. ഇവിടെ എനിക്ക് പാല് കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ചായയോടൊക്കെ താല്പര്യമില്ല കേട്ടോ. ഇക്കാക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ കൂടുതലും കട്ടനാണ്. വല്ലപ്പോഴും കൂടിയിട്ടാണ് ചായ ഉണ്ടാക്കുക. ഏലക്കയൊക്കെ ഇട്ട് കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നത് ഒരു ടേസ്റ്റ് ആണല്ലോ. ഞാൻ ചില സമയത്ത് ഏലക്ക ഇട്ടുണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ ഗ്രാമ്പൂല്ലേ അതിട്ടിട്ടുണ്ടാക്കും കേട്ടോ. മധുരം കുറവാണ്, കുഴപ്പമില്ലല്ലേ. ഈ മധുരം മതി. പുട്ടിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര കഴിക്കുന്നതുകൊണ്ട് ഇതിന് ഇച്ചിരി മധുരം കുറച്ച് കഴിച്ചാലും പ്രശ്നമില്ല. സത്യത്തിൽ ഇട്ടപ്പോൾ കുറഞ്ഞു പോയതാണ് കേട്ടോ. ഇല്ലെങ്കിൽ മധുരം ഇടും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര മധുരത്തിലാണ് കേട്ടോ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. പാപ്പായാണെങ്കിലും ഇക്കയുടെ അനിയത്തിയൊക്കെ ഭയങ്കര മധുരമാണ്. നമുക്കിങ്ങനെ കുത്തുന്നൊരു മധുരം എന്ന് പറയത്തില്ലേ, ഓവർ മധുരം. ഇപ്പം അത് കുറഞ്ഞിട്ട് എൻ്റെ മധുരത്തിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു മധുരം ഒട്ടും പറ്റില്ല കേട്ടോ. ഞാൻ വിത്തൗട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ കുറച്ച് മധുരമാക്കി. ഇപ്പോൾ ആ ഒരു മധുരമാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഒത്തിരി മധുരം എനിക്ക് പറ്റത്തില്ല. തലവേദന എടുക്കും. മടുപ്പിക്കുന്ന ഒരു മധുരം. അപ്പോൾ പുട്ട് ഇതും മച്ചി വാങ്ങിച്ചതെന്നാണ് കേട്ടോ. പുതിയ പുട്ടുകുറ്റി. എനിക്കിവിടെ പുട്ടുകുറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ ഇഡലി തട്ടിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മമ്മി പുതിയ പുട്ടുകുറ്റി മേടിച്ചു തന്നു. അന്ന് കൊണ്ടുവന്നതാണ് ഈ കപ്പ്. പഞ്ചസാര എടുക്കട്ടെ. ഇവിടെ ഇല്ല. ഒരു
2 പപ്പടവും ഇച്ചിരി പയറും കൂടെ ഉണ്ടെങ്കിലും അടിപൊളിയാണ്. അതല്ലെങ്കിൽ ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിലും അടിപൊളിയാണ്. മുട്ട ഇരിപ്പുണ്ട് പക്ഷെ എനിക്ക് വയ്യ, മടിയാണ്, സമയം എടുക്കും. ഇത് പോയി കഴിക്കട്ടെ. ബായ്. ഡൈനിങ് എവിടെയാണെങ്കിലും പുട്ടിങ് എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇക്കായും പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിൽ ആണ് ഞാൻ അവിടെ മേശയിൽ പോയിട്ട് കഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് കംഫർട്ടബിൾ ഇവിടെ ഇരുന്ന് കഴിക്കാനാണ്. ഒന്നിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിൽ പോയിട്ട് കഴിക്കും കേട്ടോ. പക്ഷെ അവിടെ ഇങ്ങനെ റോഡല്ലേ, ആൾക്കാരൊക്കെ വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് പോവില്ല. പക്ഷേ കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം അവിടെ പോയി ഇരിക്കും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റെയർ കേസിൽ ഈ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് കഴിക്കാൻ പോകുന്നത്. എനിക്കിതാണ് ഇഷ്ടം, കംഫർട്ടബിൾ ഇതാണ്. ഇവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി കഴിക്കാം. ഇന്നിപ്പോൾ ഫോൺ നോക്കുന്നതിന് പകരം നിങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ട് കഴിക്കാം. അതല്ലേ നല്ലത്. കപ്പിൻ്റെ സ്റ്റിക്കർ പോലും പോയിട്ടില്ല കേട്ടോ. ഇത് കഴുകി കളയാന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. പതുക്കെ അതിന് ഇഷ്ടമുള്ളപ്പോൾ കോട്ടയം വെച്ചു. പുട്ട് കഴിക്കട്ടെ. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇനി കുറേ ജോലി കിടക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കലത്തെ പണിയും. ഇന്നലെ ഞാൻ കുറേ ഫ്രീ ആയിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കഞ്ഞി മാത്രം വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. വാപ്പായും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കഞ്ഞി മതിയല്ലോ. വാപ്പ കഞ്ഞി വെച്ചതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കൂടെ വെച്ച്. സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമല്ല, മടി കാരണം ഞാനത് വെച്ചു. എന്നിട്ട് ഞാൻ കുറേ സമയം പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. എനിക്ക് ഉറക്കം വരുന്നൊരു ടൈം ഏതാണെന്നറിയാമോ? എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും, അങ്ങനെ ഉറങ്ങി വീഴും. അപ്പോൾ ഇന്നലെ ഹോം ടൂർ എഡിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയതാണ്. രാത്രി കറണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ ചെയ്തപ്പോഴത്തേക്കും ഫോണിൻ്റെ ബാറ്ററി നന്നായിട്ട് കഴിഞ്ഞു. ഇന്നലെ ഓഫ് ആയിപ്പോയി എൻ്റെ ഫോൺ. 6:30 കറണ്ട് വന്നപ്പോൾ, രാവിലെ 9 മണിക്ക് പോയിട്ട്. പിന്നെ കുറേ ജോലി ഉണ്ടായിരുന്നല്ലോ അവിടെ, തൂക്കലും വാരലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് കുറേ ജോലി അതിനുശേഷം ഞാൻ ചെയ്തു കേട്ടോ. പുട്ട് ഇഷ്ടപ്പെടുന്നവർ പറയും കേട്ടോ. പുട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ചിക്കൻ കറി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മറ്റുള്ള കറികളെക്കാട്ടി എനിക്കിഷ്ടം ഇതുപോലെ പഴവും പുട്ടും അല്ലെങ്കിൽ പുട്ടും പഞ്ചസാരയും കഴിക്കാനാണ്. എൻ്റെ ഇക്കാളും ടേസ്റ്റുകൾ എപ്പോഴും രണ്ടാണ്. ഇക്കാക്ക് പുട്ടും പഞ്ചസാരയും കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. റൈഹാനും ഇഷ്ടമല്ല. റൈഹാനും ഇക്കാക്കും കറി വേണം. അന്നമ്മയും ഞാനും ഏതാണ്ടൊക്കെ ടേസ്റ്റുകൾ ഒരുപോലെയാണ്. ഇനി പൊട്ട് തൊണ്ടയിലിരുന്ന് പ്രശ്നമാക്കണ്ട, നമുക്കത് കഴിച്ചിട്ട് കാണാം. പുട്ട് കഴിച്ച് കഴിഞ്ഞു. ചെറിയൊരു മധുരം കഴിയാം. നിങ്ങൾക്ക് ഈ അസുഖമുണ്ടോ? ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് ഐറ്റം കഴിക്കുന്ന അസുഖം എനിക്കുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്, നമ്മുടെ കോൺഫ്ലോർ ഹൽവ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഹൽവ ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പോയിട്ട് ഇക്കാക്കുള്ള കറി വെക്കട്ടെ. ഡാൽ കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഇക്ക കഴിക്കുന്നത് പുട്ടും ഡാലും കഴിക്കാറുണ്ട്, ഉപ്പുമാവും ഡാലും കഴിക്കാറുണ്ട്. എനിക്കിതൊന്നും ആലോചിക്കാൻ പോലും പറ്റൂല കേട്ടോ. എനിക്ക് ഇതിൻ്റെ കൂടെ ഒന്നും ഈ ഡാലിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടമല്ല. ഞാൻ ഡാല് കഴിക്കുന്നത് ചപ്പാത്തി, ദോശ, പൂരി ഇതിൻ്റെ കൂടെയൊക്കെ ഡാല് കറി കഴിക്കും. ഇനി ഇടിയപ്പം ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പുട്ടിൻ്റെ കൂടെ ഉപ്പുമാവിൻ്റെ കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം എന്തായാലും ഡാല് കറി വയ്ക്കാൻ വെച്ചിട്ട് തൂത്തുവാരാൻ പോവാം. തൂത്തുവാരിയിട്ട് വന്നിട്ട് നമുക്ക് തറ തുടയ്ക്കണം.
അപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി അത്യാവശ്യമുണ്ട്. പിന്നെ അതേ ഈ അടുക്കള ഫുള്ളൊന്ന് ഒതുക്കി പറക്കണം. അവിടെ ഓരോരോ സാധനങ്ങളായിട്ടിരിക്കും, അതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി പറക്കി വെക്കണം. അപ്പോഴേക്കും മിക്ക വരും. പിന്നെ നമുക്ക് ഊണിൻ്റെ പരിപാടി ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു ഫുൾ ഡേ നമ്മൾ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹന്നത്തിലോട്ട് വീഡിയോ എടുക്കാനുണ്ട്, കുറച്ച് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സവാള അരിഞ്ഞതും ഡാലും കൂടി കുക്കറിലോട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഇതിൻ്റെ അകത്തേക്ക് എന്നിട്ട് ഞാൻ അരപ്പ് ഒഴിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കടുക് വറുക്കും, എന്നിട്ട് ഒന്ന് തേങ്ങ അരച്ച് മുളകൊക്കെ ചേർത്ത് അരച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ പുട്ടും. ഇത്രയും സംഭവങ്ങളൂടെ ഇക്കാക്ക് കൊടുക്കട്ടെ. അടുത്ത പരിപാടി ഇതേ ഇവിടെ എല്ലാം ഒതുക്കി പറക്കാമെന്നുള്ളതാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെക്കണം. അപ്പോൾ ഇനി അതിലോട്ട് കിടക്കാം കേട്ടോ. ചൂരയാണ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കറിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോപ്പർ ഉപയോഗിക്കാം. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം ആയാസം വേണ്ട ഒരു പരിപാടിയാണ്. എന്നെപ്പോലെ ഷോൾഡർ പെയിനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഷോൾഡർ പെയിൻ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയാലും മതി. മടി കൊണ്ട് ഇതിൻ്റെ അകത്തങ്ങ് ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എണ്ണയിലിട്ട് വഴറ്റി കറിയാക്കാം. സാധാരണ ഞാൻ തക്കാളിയൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങനെ കറി വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മ അടിപൊളിയായിട്ട് മീൻ കറി വയ്ക്കും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മച്ചി വയ്ക്കുന്ന മീൻ കറിയാണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ +2-നൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മീൻ കറി ഒരു സെപ്പറേറ്റ് കുട്ടി പാത്രത്തിൽ കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. ആ ക്ലാസ്സിൽ എല്ലാവരും ഉമ്മച്ചിയുടെ മീൻ കറിയുടെ ഫാനായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാട്ടോ. എത്ര ദിവസം വേണമെങ്കിലും അതിങ്ങനെ വെച്ചിരുന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഒരു ശകലം പോലും കളയാൻ തോന്നത്തില്ല. ഇവിടെ ഇക്കാക്കാണെങ്കിലും ഉമ്മച്ചി വെക്കുന്ന കറി നല്ല ഇഷ്ടമാണ്. ഞാൻ എത്രയൊക്കെ അതുപോലെ വെക്കാൻ നോക്കിയാലും അതേപോലെ കിട്ടൂല കേട്ടോ. കൈപുണ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം. എത്രയൊക്കെ ഉമ്മച്ചി വയ്ക്കുന്നത് നോക്കി നിന്ന് വെച്ചാലും ശരിയാവില്ല. ഇവിടെ വരുന്ന ദിവസങ്ങളിൽ ഉമ്മച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഇക്ക മീനും ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറയും, നീ അടുക്കളയുടെ പരിസരത്തോട്ട് പോകരുത്, ഇന്നെങ്കിലും നല്ല കറി കഴിക്കാമല്ലോ എന്ന് കേട്ടോ. നല്ല പോലെ വേവിക്കും. അപ്പൂനാണെങ്കിലും മീൻകറി ഉമ്മച്ചി വയ്ക്കുന്നതാണ് ഇഷ്ടം. വേറെ മീൻകറികളൊന്നും അവൻ കൂട്ടാൻ അത്ര താല്പര്യം പോരാ കേട്ടോ. ഉമ്മച്ചി വെച്ചാൽ ഓക്കെയാണ്. ചൂരക്കറിയൊക്കെ അടിപൊളിയായിട്ട് വയ്ക്കും കേട്ടോ. വെറുതെ പറയുന്നല്ല, നല്ല അടിപൊളി ടേസ്റ്റിൽ മീൻകറി ഉണ്ടാക്കുവേ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എന്താണ് ആ പുളിയെ പറയുന്ന പേര് മറന്നുപോയി. എന്തായാലും നിങ്ങൾ കണ്ട ആ ടൈപ്പ് പുളിയില്ലേ, അതിനെന്താ പറയുന്നത്, പെണംപുളി. ഓക്കെ, പെണംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു പീസായിട്ട്, അതായത് തലയുടെ ഭാഗം ഒരു പീസ് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതിനൊന്ന് കഴുകി ഞുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ മീനുകളാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കൽ ടാസ്ക്കാണ്. അതുപോലെ കുഞ്ഞൻ ഞാലുള്ള മീനുകളാണെങ്കിലും കട്ട് ചെയ്തെടുക്കൽ ടാസ്ക്കാണ്. അയല പോലുള്ള മീനുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ പണി എളുപ്പം കഴിയൂല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചൂരമീനാണെങ്കിൽ വറുത്തരച്ച് വെക്കുന്നത് ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് എടുത്ത് വെക്കാം. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ടേസ്റ്റുള്ള കറിയൊക്കെയാണ് ഞാൻ വെക്കുന്നതെന്ന്. അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മച്ചിയുടെയൊക്കെ കറി കൂട്ടി എനിക്ക് എൻ്റെ കറി കൂട്ടാന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. എനിക്കത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. ഓക്കെ, എന്തായാലും
മീൻകറി ഇവിടെ സെറ്റാക്കി. ഇനി അപ്പുറത്ത് കുഞ്ഞുമ്മ എനിക്ക് കിഴങ്ങ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനും കൂടെ നമുക്ക് കറിയാക്കാം. ഞാൻ കിഴങ്ങ് കഴിക്കലിപ്പോൾ വളരെ വളരെ കുറച്ചിട്ടുണ്ടെന്നല്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ചോറിൻ്റെ കൂടെ കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇന്ന് പക്ഷേ ഞാൻ ഇച്ചിരി കിഴങ്ങ് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മീൻകറിയുടെ കൂടെ നമ്മുടെ ചൂരയുടെ കൂടെയൊക്കെ കിഴങ്ങ് കഴിക്കാൻ അടിപൊളിയാണല്ലോ. അപ്പോൾ ഇത്തിരി പൂലം കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നാലും നോക്കാം. ഇത് ഷൈബയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു സുന്ദരി അഗസ്തിപ്പൂ കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുക്കട്ടെ. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു വൺ ടാസ്ക്കാണ്. ഈ പയർ ഇവിടെ നിന്നതാട്ടോ, അതൊക്കെ പറിച്ചുകൊണ്ട് തന്നാണ്. അതിന് നമുക്ക് നാളത്തേക്കാക്കാം. കുറേ സമയം എടുത്തു കേട്ടോ ഞാനിത് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ വിഴുക്കാക്കാം. അരിഞ്ഞെടുക്കുന്നതിൻ്റെ പാതി സമയം മതി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ വെണ്ടയ്ക്ക വിഴുക്കം കൂടി വെക്കാം. ഇനിയാണ് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നേരത്തെ തൂത്ത് വാരി തുടച്ചിടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഹിക്ക വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കാപ്പി ഉണ്ടാക്കാൻ നിന്നു. മീൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കറി വെച്ചു. ഇനി നമുക്ക് പതിയെ ഒരു സൈഡിൽ നിന്ന് തൂത്ത് തുടങ്ങാം. തൂത്ത് തുടച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ജോലിയും ഒരുവിധം ഒതുങ്ങും. പിന്നെ പിള്ളേർ വന്നിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഈ പരിപാടിയും കൂടെ കഴിച്ചിട്ട് ചോറ് കഴിക്കണം. പാപ്പാക്കും ഇക്കാക്കുമുള്ള ചോറ് കൊടുക്കണം. പാപ്പാക്ക് മരുന്ന് കഴിക്കാനുണ്ട്, അപ്പോൾ അത് കൊടുക്കണം. എൻ്റെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. എൻ്റെ ഫോൺ ആകെ പോയിരിക്കും കേട്ടോ. അതുമാത്രമല്ല നമ്മൾ കർട്ടൻ ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് നല്ല രീതിക്കുള്ള വെട്ടവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ പരിപാടി കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാതിരിക്കുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി കിഴങ്ങൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുമായിരുന്നു. ഇന്ന് പക്ഷേ ചിപ്പൂലം കിഴങ്ങ് കഴിക്കാനൊരാഗ്രഹമുണ്ട്. അപ്പോൾ കിഴങ്ങും മീൻ കറി, മീൻ പൊരിച്ചത്, തൈര് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഇടയിൽ. പിന്നെ തോരനും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ പിള്ളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അന്നമ്മയും റൈഹുവും വന്നിട്ടുണ്ട്. ഇനി ബാക്കി യുദ്ധം ഇവരെ കൂടെ നടത്താം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി.